എന്താ പറയണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഇത്രയും നിറഞ്ഞ ആൾക്കാരെ കാണുക എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ്. സിനിമ ഞാൻ ഇന്നലെ ഒരു 3 തിയേറ്ററിൽ കണ്ടു. അപ്പം 3 തിയേറ്റർ ഞാൻ കുറച്ച് നാളായി കോമഡി എന്നുള്ള സംഭവം കുറച്ച് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ 3 തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി, ഒരേ സ്ഥലം. അപ്പോൾ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു, ഫോർമാളിലെ തിയേറ്ററിൽ കണ്ടു, എടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു. അപ്പോൾ ചിരിക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിൻ്റെ ചിരിയും സാധാരണ തിയേറ്ററിലുള്ള ചിരിയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടാറുണ്ട്, അല്ലെങ്കിൽ മാളിലൊക്കെ. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരി. അതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷത്തിന് കൂടെ ഞാനെൻ്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചോട്ടെ. ഞാൻ 1994 സിനിമയിൽ വന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഈ 2024 ആയപ്പോൾ എൻ്റെ മനസ്സിലാക്കുന്നൊരു വിഷമം, സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം, മതം, വർഗം, കൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരല്ല. വളരെ തെറ്റാണ്. ഞങ്ങളുടെ സിനിമയിൽ ഷെയ്ൻ നിഗം എന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമല്ല ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, പണിക്കരുണ്ട്, ഈഴവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസയ്ക്ക് നിറമില്ല, കൊടിയില്ല, മതമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ കാണരുത് ഒരിക്കലും. കലാകാരനെ അങ്ങനെ ഒരു കൊടിയുടെയോ മതത്തിൻ്റെയോ ഒന്നും കാണരുത്. എനിക്ക് വളരെ വിഷമത്തോടുകൂടി പറയാം. ഞാനത് ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല. എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇടുന്നത്, അത് തെറ്റാണ്. കലാകാരന്, സിനിമാക്കാരന് അല്ലെങ്കിൽ അതൊരിക്കലും പാടില്ല, അവർക്ക് ഒരിക്കലുമില്ല. ഇപ്പോൾ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമയ്ക്ക് ബാബുച്ചേട്ടാ, ഞാൻ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്ത് ഉണ്ണിയോട് ചോദിച്ചറിയാം. ഉണ്ണി വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു, ബാബുച്ചേട്ടാ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബുച്ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ. ആ ഉണ്ണി മുകുന്ദൻ അവർ തമ്മിൽ ഞങ്ങൾ കലാകാരന്മാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട, നടക്കില്ല. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഇനി എൻ്റെ പുറകിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും വിഷമത്തോടുകൂടി പറയുകയാണ്, അത് പാടില്ല. ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ, ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത്, അത് പറയാൻ, അത് പ്രവർത്തിക്കാൻ, അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളങ്ങനെ കൂട്ടരുത് ഒരിക്കലും. അതൊരു വിഷമത്തോടുകൂടി ഞാൻ ഈ ചിരിയും സന്തോഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ്. ഞാനത് എല്ലാവരോടുകൂടി പറഞ്ഞു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു, ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാളോട് എന്തെങ്കിലും പറയണമെങ്കിൽ അവൻ്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി.